പൻവൽ മന്ദം ജയന്തിയും കുടുംബസംഗമവും ആഘോഷിച്ചു. ഡോക്ടർ ലക്ഷ്മി ശങ്കർ, പീയൂഷ്, ചലച്ചിത്രനടൻ ജയരാജ് വാര്യർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നായർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 149 മന്ദം ജയന്തി ആഘോഷങ്ങളും NSS പൻവൽ കുടുംബസംഗമവും നടന്നു. വിഘ്നേശ്വരം വിശ്വരൂപം കുംഭോദരം മനോഹരം. സിൽവർ ജൂബിലിയുടെ നിറവിൽ പൻവൽ മഥേരൻ റോഡിലെ കാക്കാജിനിവാടിയിലാണ് വേദിയൊരുങ്ങിയത്. എഴുത്തുകാരനും ലൈഫ് കോച്ചുമായ പീയൂഷ്, സംസ്കൃത പണ്ഡിതയും ശ്രേഷ്ഠഭാരതം പരിപാടിയിലൂടെ ശ്രദ്ധേയായ ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവർ ചേർന്ന് നടത്തിയ സംവാദ പരിപാടി ശ്രദ്ധേയമായി. എത്രമാത്രം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം തിരിഞ്ഞു നോക്കൂ. ഭൂതകാലത്തെ മറന്നുകൊണ്ട്, അതിനെ ഇകഴ്ത്തിക്കൊണ്ട്, അതിനെ ശപിച്ചുകൊണ്ട് ഒരു വർത്തമാനവുമില്ല, ഒരു ഭാവിയുമില്ല. ഇവിടെ ജാതീയതയുടെ പേരിൽ എത്രയോ പേരെ ക്രൂശിച്ചിട്ടുണ്ട്. ഇതും ഇവിടെ തന്നെയല്ലേ നടന്നത്? ഇതിനെ എങ്ങനെ നമ്മൾ കൃതജ്ഞതയോടെ ഓർക്കും? തുടർന്ന് ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ തന്റെ സ്വതസിദ്ധമായ നർമ്മ പരിപാടിയിലൂടെ സദസ്സിൽ ചിരിവിളമ്പി. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എന്റെ ഭാഷ കൊണ്ടാണെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എവിടെ പോയാലും എന്റെ ഭാഷയാണ് സംസാരിക്കുക. അപ്പൊ ചോദിക്കും, ഈ ബോംബെയിലേക്ക് വരുമ്പോഴും അമേരിക്കയിലേക്ക് പോകുമ്പോഴും യൂറോപ്പിലേക്ക് പോകുമ്പോഴും ഗൾഫിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഈ മലയാളം കൊണ്ടാണോ? അല്ല, അതിനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഇംഗ്ലീഷൊക്കെ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവർ പിടിച്ചെടുക്കും, ഇയാൾക്ക് വെള്ളം വേണം. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സാംസ്കാരിക പൈതൃകവും കുടുംബ ബന്ധങ്ങളും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന സംഗമവേദിയായി പൻവലിൽ നടന്ന ആഘോഷരാവ്. എനിക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ മ്യൂസിക് ഗ്രൂപ്പ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ അറിയോ, ഞാനൊരു ദിവസം തൃശ്ശൂർ രാഗം തിയേറ്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ പപ്സ് കടിക്കാണെന്ന് വിചാരിച്ചു. സമയം 8 മണി രാത്രി. ഇവനിങ്ങനെ നിന്നിട്ട് ഞാൻ വിചാരിച്ചു ബേക്കറിയിൽ നിന്ന് പപ്സ് മേടിച്ചിട്ടുണ്ടോ. അത് ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല ചേട്ടാ, ഇപ്പൊ പാട്ട് പാടേണ്ട സമയമാണ്, ഇപ്പൊ പാടിയില്ലെങ്കിൽ സാൻസ് പോവും, അത് കാരണമാണ് പാട്ടുപാടി പോസ്റ്റ് ചെയ്യുക. അതാണ് ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മോള.